കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് തുടക്കം. കുഞ്ഞച്ചൻ കോട്ടയത്ത് നിന്ന് വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹം പോകുന്നത് 2-3 സ്ഥലത്തേക്കാണ്. ഓടാങ്കര ഗ്രാമം, ഉപ്പുകണ്ടം പോലെ സ്ഥലം, കുലാമൂച്ചി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രത്യേക സ്ഥലങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. ഏതാണ്ട് ഇങ്ങനെ ചങ്ങനാശ്ശേരി, കോട്ടയം അടുപ്പിച്ചൊക്കെ അങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ട് തന്നെയാണ് മുട്ടത്ത് വർക്കി സാറ് അത് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഡെന്നീസ് അത് കൂടുതൽ കൊമേഴ്സ്യലൈസ് വർക്ക് ചെയ്തപ്പോൾ കൂടുതൽ ലൊക്കേഷൻസും പിന്നെ വിഷ്വലും അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നു. പക്ഷെ എവിടെ വേണം ലൊക്കേഷൻ എന്നതിനെ പറ്റി എനിക്കൊരു എന്ത് വേണമെന്നാണ്. ഞാൻ എന്നിട്ട് കോട്ടയം, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, തിരുവല്ല തുടങ്ങി പല സ്ഥലങ്ങളിലും ഞാൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങി. പക്ഷെ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുള്ളൂ. എന്നാലും എനിക്ക് എന്നതല്ല, അവിടെയൊക്കെ ഒത്തിരി അഡ്വാൻസ് ആയിരുന്നു. കാരണം വലിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട്, ടാറിട്ട റോഡ്, കാര്യങ്ങൾ ഒരു ഏതാണ്ട് ഒരു സിറ്റി ലൈനിൽ തന്നെയാണ് പലയിടത്തും. അത്ര എനിക്ക് അങ്ങോട്ട് ഒരു തൃപ്തി വന്നില്ല. ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നു. ഇനി എവിടെ ലൊക്കേഷൻ പ്ലാൻ ചെയ്യാം എന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞത് അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മൾ അമ്പൂരിയോ? അതെ, അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മനോഹരമായ സ്ഥലമാണ്. ഒരു കുടിയേറ്റ ക്രിസ്ത്യാനികൾ, കൃഷിക്കാർ, അവരുടെ സ്ഥലമാണ്. ഞാൻ ചോദിച്ചത് എവിടെയാണ് ഈ അമ്പൂരി കാട്ടാക്കടയ്ക്ക് അടുത്താണ്. ഞാൻ ഞെട്ടിപ്പോയി. കാട്ടാക്കട വളരെ അടുത്താണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് ഒരു 10-15 കിലോമീറ്ററിന് അടുത്താണ് കാട്ടാക്കട. അത് കഴിഞ്ഞ് നെയ്യാർ ഡാം കഴിഞ്ഞിട്ട് അമ്പൂരി എന്നൊരു സ്ഥലമുണ്ട്. ഒന്ന് പോയി അവിടെ കണ്ട മനോഹരമായിരിക്കും. കാരണം അച്ഛൻ ഡിസ്ട്രിബ്യൂട്ടറാണ്. അദ്ദേഹത്തിനൂടെ കേരളത്തിലെ എല്ലാ മുക്കും മൂല അടക്കം അദ്ദേഹത്തിന് അറിയാം. കാരണം ഡിസ്ട്രിബ്യൂഷൻ പടം കൊടുക്കുന്ന ആണ്. ഈ അമ്പൂരി ഒരു ചെറിയൊരു തിയേറ്ററുണ്ട്, അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും അവിടെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അമ്പൂരി എന്നോട് സജസ്റ്റ് ചെയ്തത്. ഞാൻ ശരി എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാനും അന്ന് എൻ്റെ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ നേരെ അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. കട്ടാക്കടയിൽ കഴിഞ്ഞ് നെയ്യാർ ഡാമിൽ കൂടെ പോയപ്പോൾ തന്നെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഒതുക്കമുള്ള സ്ഥലം, പിന്നെ ഡാം, ഒരു സൈഡിൽ നല്ല കംപ്ലീറ്റ് നദി, ഒരു സൈഡിൽ കംപ്ലീറ്റ് പുഴ പോലത്തെ ഉള്ളത്, കംപ്ലീറ്റ് ഒരു സൈഡ് വനം, ഒരു സ്ഥലത്ത് നല്ല മലമ്പ്രദേശം. അങ്ങനെ അവിടെ കൂടെ യാത്ര ചെയ്ത് നേരെ ഞങ്ങൾ അമ്പൂരിയിലേക്ക് ചെന്നു. അമ്പൂരി എൻട്രൻസ് തൊട്ട് തന്നെ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. കാരണം നല്ല ടാറിടാത്ത റോഡ്, പിന്നെ കംപ്ലീറ്റ് പക്ക നല്ലൊരു ഗ്രാമം. നമ്മുടെ സ്ക്രിപ്റ്റിൽ എന്ത് എഴുതി വെച്ചിരിക്കണോ അങ്ങനത്തെ ഒരു ജംഗ്ഷൻ. അതിന്റെ കുറച്ച് മാറി വന്നപ്പോഴത്തേക്കും ഏതാണ്ട് കുറെ കടകളും ഒക്കെ ഉള്ള നല്ലൊരു ജംഗ്ഷൻ. അതിന്റെ അപ്പുറത്ത് കുറെ കാര്യമായ ഒരു സ്ഥലം കിടപ്പുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണത്. എന്നാൽ അമ്പൂരി ജംഗ്ഷനാണത്. പക്ഷെ പഴയ ഒരു കാലഘട്ടത്തിന്റെ, എന്നാൽ വലിയ ബഹളമൊന്നുമില്ലാത്ത പഴയ കൺസ്ട്രക്ഷനിലുള്ള കറക്റ്റ് ഒരു സ്ഥലം. അതിനകത്ത് ഡെന്നിസ് എഴുതി വെച്ചിട്ടുണ്ട് ഒരു അതിമനോഹരമായ പള്ളി, പടവുകളുള്ള പള്ളി. അത് പടവുകൾ 18 32 ആകാം എന്ന് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഒരു 36 പടിയൊക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു പള്ളി, കുറച്ച് കുന്നിന്റെ മുകളിലിരിക്കുന്നു. അതിന്റെ വിഷ്വൽ എന്ന് പറഞ്ഞാൽ മനോഹരം. അതിന്റെ അടുത്ത് തന്നെ ഉണ്ട്, അടുത്ത് ഡെന്നിസ് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അവിടെ നടക്കുന്ന ഒരു ഗാനമേള, ഒരു ഷോ എന്നല്ലേ. കറക്റ്റായിട്ട് തന്നെ അതിന്റെ അടുത്ത് തന്നെ ഒരു മൈതാനം പോലെയുണ്ട്. അവിടെ അതിമനോഹരമായ ഷെഡുണ്ട്. അതിന്റെ താഴെ ഒരു കുരിശുപള്ളി, കൃത്യമായിട്ട് അവിടെ തന്നെ ഒരു കുരിശുപള്ളിയുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ തെറ്റിപ്പോയി. കാരണം നമ്മുടെ ഒരു സിനിമയ്ക്ക്, ഷോലയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഗ്രാമം സെറ്റ് ഇട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന് വേണ്ടി സെറ്റിട്ടതാണോ ഈ അമ്പൂരി എന്ന് വരെ എനിക്ക് ആ ലൊക്കേഷൻ കണ്ടപ്പോൾ തോന്നിപ്പോയി.